പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രേ ഫോർ നേഷൻ പരിപാടിയിൽ നിങ്ങളോടൊപ്പം എനിക്കും പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന അവസരമോർത്ത് നന്ദി പറയുന്നു. ഷക്കീന ടെലിവിഷൻ നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത, പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. നമ്മുടെ രാജ്യം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ക്രൈസ്തവരായ നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ആവശ്യം ഷക്കീന ടെലിവിഷൻ തിരിച്ചറിഞ്ഞു. നമുക്ക് ഒന്നു ചേർന്ന് മക്കളെ പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കണ്ണുകൾ ശാന്തമായി അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ ആവാം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം കർത്താവേ, ഈ രാജ്യത്ത് ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, സങ്കടങ്ങൾ എല്ലാം ഉണ്ട്. ഇതിനെല്ലാം വേണ്ടി ഞങ്ങളെ മധ്യസ്ഥരാക്കണമേ, പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥരാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തീത്തൂസ് 1 തിമോത്തിയോസ് അധ്യായം 2 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവും എത്രേ. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തുള്ള ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുന്നതിന് വേണ്ടി, അതുപോലെ രാജ്യത്തുള്ള നേതാക്കന്മാർക്ക് വേണ്ടി, അതാണ് രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, പ്രൈം മിനിസ്റ്റേഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എപ്രകാരമാണ് അവിടുന്ന് നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി, നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന്. ഹെബ്രായർ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയമുള്ളവരെ, പലരും ഓർക്കും കർത്താവ് ഈശോ മാതാവിനെ പോലെ, ഔഷപിതാവിനെ പോലെ മധ്യസ്ഥം യാചിക്കുകയാണ് എന്ന്. അത് തെറ്റാണ്. യേശു എന്താണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി? ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിന് വലത്തുഭാഗത്തേക്ക് ഇരുന്നു കൊണ്ട് ആ കുരിശിൽ അർപ്പിച്ച ആ ബലി തുടരുകയാണ്. ആ ബലിയുടെ അതിൽ നമ്മൾ സംബന്ധിക്കുന്നു. ഈ ലോകത്ത് നമുക്കിവിടെയാണ് ബലിയുടെ 2 വശം. നമുക്കറിയാം, പെസഹ തിരുനാൾ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച തലേ ദിവസം, വ്യാഴാഴ്ച കാല് കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതിൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ കുരിശ് നടക്കാൻ പോകുന്ന അതിൻ്റെ മുന്നാസ്വദനം ആയിരുന്നു. അതായത് പിറ്റേ ദിവസം നടക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ ഓർത്തുകൊണ്ടല്ല, നാളെ നടക്കാൻ പോകുന്നത് ഓർത്തുകൊണ്ട്. നാളെ നടക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ശരീരം മുഴുവനായി ഭാഗിച്ച് നിങ്ങൾക്ക് തരുന്നു. രക്തം തുള്ളി തുള്ളിയായി, അവസാനത്തെ തുള്ളി രക്തം പോലും തരുന്നു. ഇതാണ് ബലി. എന്തിന്? ലോകരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെയും എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി. ഈ ബലി അവിടുന്ന് ആ പിതാവിൻ്റെ സമീപം തുടരുകയാണ്. എന്തിനാണ് ഈ കുരിശ് ബലി അർപ്പിച്ചത്? നമ്മളെ രക്ഷിക്കുവാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂലോകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വേണമോ അതെല്ലാം നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബലി അർപ്പിച്ചത്. ആ ബലി തന്നെയാണ് ഓരോ അൽത്താരയിലും പള്ളിയിൽ നടക്കുന്നതും. നിശ്ചയമായിട്ടും അത് ആ സ്വർഗത്തിലെ
ആ ബലിയോട് പങ്കു ചേർന്നുകൊണ്ടാണ്. ബലിയുടെ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ഇവിടെ നടക്കുന്നത്, സ്വർഗത്തിൽ നടക്കുന്ന ബലി, ഇത് ഒന്നിച്ചു കൂടുന്നതാണ് വലിയ മധ്യസ്ഥം. എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അർപ്പണത്തിലൂടെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ശുശ്രൂഷ. മക്കളെ, പലർക്കും അത് അറിഞ്ഞുകൂടാ. യേശുവിനോട് യോജിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹം കിട്ടുവാൻ, നമുക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. തിരുസഭയും അതുതന്നെ നമ്മോട് പറയുന്നു. ഇപ്പോൾ നമ്മൾ അതിനാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. പ്രിയ മക്കളെ, നമുക്ക് നമ്മുടെ ഭാരതത്തിനു വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കണിശമാറ്റം കടപ്പാടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, അതായത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നു, ഇവിടെ വളരുന്നു. അപ്പോൾ ഇവിടെ ഈ രാജ്യം നല്ല എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യത്തിൻ്റെ ഒരു നാടായിരിക്കുവാൻ, അനുഗ്രഹത്തിൻ്റെ ഒരു നാടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് മതിയാവും. നമുക്കറിയാം, പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തി ഉണ്ട് എന്ന്. നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. നമ്മളെ നയിക്കുവാൻ, ഭാരതത്തെ നയിക്കാനുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ ആദ്യമേ കാണണം ആരാണ് നമ്മുടെ നേതാക്കന്മാരായിരിക്കേണ്ടത്. ഒന്നാമതായിട്ട് ദൈവവിശ്വാസമുള്ളവർ. ജാതി മതമൊന്നും നോക്കണ്ട, ദൈവവിശ്വാസമുള്ളവരെ വേണം കണിശമായിട്ടും കർത്താവ് തിരഞ്ഞെടുക്കുവാൻ. ഇവിടെ കാര്യം നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ കർത്താവാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ഇന്ത്യയെ പറ്റി ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ആ പ്ലാനും പദ്ധതിയും എന്തായാലും നടക്കട്ടെ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയാണല്ലോ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവവിശ്വാസം ഉള്ള വ്യക്തികൾ, സത്യസന്ധതയുള്ളവർ, അതും നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഏറെ കറപ്ഷൻ ലോകത്തിലുണ്ട്. അപ്പോൾ ആ തിന്മയ്ക്ക് അടിമപ്പെടാതെ ഉള്ള നേതാക്കന്മാർ, അപ്പോൾ സത്യത്തിലൂടെ പോകുന്നവർ, സത്യം, നീതി നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അതുപോലെ ഭരണഘടന, നമുക്കൊരു ഭരണഘടനയുണ്ട്, ഒരു നിയമമാണ്. അതിനോട് വിശ്വസ്തത പുലർത്തുന്നവർ, അതുപോലെ തന്നെ പാവങ്ങളോട് കരുണ, സ്നേഹം, സൗഹാർദ്ദത, തുല്യ അവകാശങ്ങൾ, പാരിതോഷികങ്ങളെല്ലാം കൊടുക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ നമ്മുടെ ഭാരതത്തിന് ചില നല്ല മൂല്യങ്ങൾ ഉണ്ട്. ഉദാഹരണമായിട്ട് സഹിഷ്ണുത, മതേതരത്വം, ഐക്യം, സൗഹാർദ്ദത, മതസ്വാതന്ത്ര്യം തുടങ്ങിയവ. ഈ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നവരും ഈ വലിയ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോകുന്നവരും ആയിരിക്കണം. നമ്മൾ നോക്കണം, ഇന്ന് ലോകത്തിലെ വിസ്തൃതി അനുസരിച്ച് 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. 3287 ദശലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഈ രാജ്യം. ഇവിടെ 28 സംസ്ഥാനങ്ങളുണ്ട്, 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉണ്ട്. ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഇവിടെയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. 142 കോടിയിൽ പരം ജനങ്ങൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു. 270 പരം മാതൃഭാഷയും 12 ഔദ്യോഗിക ഭാഷകളും 22 മറ്റു ഭാഷകളും സംസാരിക്കുന്ന 8 വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, മാത്രമല്ല 3000-ലധികം ജാതികളും ഉള്ള. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി, വലിപ്പം, ആളുകളുടെ വ്യത്യസ്തത, ഇതെല്ലാം നമ്മൾ കാണണം. ഇവിടെ നമുക്ക് കണിശമായിട്ടും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ആവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, പലതരത്തിലും ഇതെല്ലാം പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ആ ശ്രേയസ്, മഹത്വം പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളൊക്കെ വിമർശനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു കാലത്ത് തല ഉയർത്തി നിന്ന ഇന്ത്യ ഇന്ന് തല താഴ്ക്കേണ്ടതായ അവസരങ്ങൾ പലയിടത്തും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പാവങ്ങളും ധനവാന്മാരും നമ്മുടെ ആ ഗ്യാപ്പ്, വിടവ് വർദ്ധിക്കുകയാണ്. ധനവാന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ശതകോടീശ്വരന്മാർ. അതേസമയം ഏകദേശം 370 ദശലക്ഷം ജനങ്ങൾ നമ്മുടെ നാട്ടിൽ, അതായത് അല്പം കഞ്ഞി കുടിക്കാനുള്ള മാർഗമില്ലാതെ കഴിയുന്നു.
ആ ദരിദ്ര രേഖയ്ക്ക് താഴെയായിട്ട് കഴിയുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ലോകം മുഴുവൻ പറയും ഇന്ത്യ വലിയ സൂപ്പർ പവറാണ്, നമുക്ക് ന്യൂക്ലിയർ ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജിക്കലി യാന്ത്രിക യുഗത്തിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നു. ഇതൊക്കെ സത്യമാണ്. രാജ്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പതുക്കെ നമ്മുടെ ആ മതേതരത്വ സ്വഭാവവും സൗഹാർദ്ദ സ്വഭാവവും നമുക്കുണ്ടായിരുന്ന മതസൗഹാർദ്ദതയും സ്നേഹവും എല്ലാം പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ യേശുനാഥൻ്റെ അടുക്കൽ ഇവയ്ക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൽ സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് കണിശമായിട്ടും സൗഭാഗ്യമായി തിന്നും കുടിച്ചും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവണം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് യേശുവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ലഭ്യമാകും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലവത്താകുന്നത്, കർത്താവ് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നിഷ്പക്ഷമായിട്ട് സ്വാർത്ഥത കൂടാതെ പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള എല്ലാ ജാതി മതസ്ഥർക്കും ഒരുമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള പരിതസ്ഥിതി ഉണ്ടാവണം, അന്തരീക്ഷം ഉണ്ടാവണം. ആര് ഭരിച്ചാലും ഏത് പാർട്ടി ആയാലും അത് നമുക്കൊരു പാർട്ടിയും അനുകൂലിച്ചുകൊണ്ടല്ല ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, യോഗ്യരായവരെ, അങ്ങ് നനച്ചു വച്ചിരിക്കുന്നവരെ, നമുക്കറിയാം 1-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ജൂഡാസ് കെട്ടിയാന്ന് മരിച്ചു. അപ്പോൾ 12ാമത്തെ ഒരു അപ്പസ്തോലിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് പത്രോസ് പ്രാർത്ഥിച്ച അങ്ങാണ് ആ കർത്താവിനോടുകൂടി ഉള്ളവനും അതുപോലെ തന്നെ ദൈവം അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളിനെയും തിരഞ്ഞെടുക്കണമേ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയുമുണ്ട്. ഈ രാജ്യം ആര് ഭരിക്കണം, ഏത് പാർട്ടി ഭരിക്കണം, ഇതെല്ലാം അതുകൊണ്ട് കർത്താവിന് പൂർണ്ണമായിട്ട് നിഷ്പക്ഷമായിട്ട് വിട്ടുകൊടുക്കുക. നിഷ്പക്ഷമായ പ്രാർത്ഥനയ്ക്കാണ്, നിസ്വാർത്ഥമായ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം ഉണ്ടാവുന്നത്. ഒരു വിഷയം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഇലക്ഷൻ്റെ പോക്ക്. ഞാൻ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കില്ല ഒരു പക്ഷേ ഭാരതത്തെ ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കർത്താവെ, അങ്ങേ ഇഷ്ടം പോലെ നടക്കട്ടെ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തിൽ നമ്മളെ പഠിപ്പിച്ച അങ്ങനല്ലേ, അങ്ങേ ഇഷ്ടം നിറവേറണമേ. നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ 55, കർത്താവിൻ്റെ പദ്ധതികളും പ്ലാനുകളും ആകാശവും ഭൂമിയും തമ്മിൽ എന്ത് അകലമുണ്ടോ അത്രമാത്രം അകലത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിന് മനസ്സറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്, ഈ ഭാരതത്തിന് ഇന്ന് കർത്താവിൻ്റെ കരുണ ഒത്തിരി ആവശ്യമുണ്ട് മക്കളെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏറെ ആത്മഹത്യകൾ, ഏറെ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ശിശുക്കൾ ദശലക്ഷക്കണക്കിനാണ് മരിക്കുന്നത്. ആഹാരം കിട്ടാതെ, നല്ല പോഷണം ഉള്ള ആഹാരമില്ലാതെ പിറക്കുമ്പോഴേ മരിക്കുന്നു. ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള മരുന്നുകൾ കിട്ടുന്നില്ല, ആഹാരം കിട്ടുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതെല്ലാം കർത്താവിന് മുമ്പിൽ അർപ്പിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ക്ഷേമമുള്ള ഒരു രാജ്യമുണ്ടാക്കണമേ. അത് നമുക്കറിയാം, നമ്മുടെ ഭാരതം 3 വശത്തും കടലുണ്ട്, അറബിക്കടൽ, അതുപോലെ ഇന്ത്യൻ സമുദ്രം, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ, അങ്ങനെ ചുറ്റുപാടും ചൈന, അല്ലെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങൾ നമ്മുടെ അതിർത്തിയിൽ. നമുക്കറിയാം നമ്മുടെ സമുദ്രത്തിൻ്റെ അതിർത്തിയിലും വിവിധ രാജ്യങ്ങൾ ഉണ്ട് എന്ന്, ഇന്തോനേഷ്യയൊക്കെ, അല്ലെങ്കിൽ ശ്രീലങ്കയുണ്ട്. പിന്നെ നമുക്ക് ചില ദ്വീപുകളുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വ്യത്യസ്തതയുള്ള ഒരു ഭൂപ്രദേശം, വ്യത്യസ്തതയുള്ള ജനങ്ങൾ. അപ്പോൾ ഇതിനെ നയിച്ചുകൊണ്ട് പോകാൻ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കും. അതുകൊണ്ടാണ് ദൈവവിശ്വാസമുള്ളവർ വേണം കണിശമായിട്ടും മുകളിലെത്തുവാനായിട്ട്. അത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് അതാണ്. കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നവരായിരിക്കണമേ ഞങ്ങളുടെ ലീഡേഴ്സ് എന്ന്. നമുക്കറിയാം, മനുഷ്യർക്ക് ആർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല. തമ്പുരാന് മാത്രമേ എല്ലാം സാധിക്കുകയുള്ളൂ. ഇനി ഇപ്രകാരം ഉള്ള പ്രാർത്ഥന നമുക്ക് ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞാലും തുടരണം എന്ന് ഞാൻ പറയും. നമുക്കറിയാം, ഇപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, അധ്യായം 22, എസെക്കിയേൽ 22:30, ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കുന്നതിനു വേണ്ടി
കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു, എൻ്റെ കോപാഗ്നിയാൽ ഞാൻ അവരെ സംഹരിച്ചു. അവരുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ തന്നെ വരുത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ ഏറെ പേര് ദൈവനിഷേധികളായി നടപ്പുണ്ട്. ദൈവത്തെ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ദേവാലയങ്ങൾ നശിപ്പിക്കുന്നവരുണ്ട്, അമ്പലങ്ങൾ നശിപ്പിക്കുന്നവർ, പള്ളികൾ നശിപ്പിക്കുന്നവർ, മോസ്കുകൾ നശിപ്പിക്കുന്നവർ, ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്, ഇതൊക്കെ തമ്പുരാന് ഇഷ്ടമില്ലാത്ത പാപങ്ങളാണെന്ന് പറയും. അപ്പോൾ നമുക്ക് മധ്യസ്ഥ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ കനിയണമേ, അങ്ങേ കരുണയിൽ ഞങ്ങളുടെ ഭാരതത്തെ രക്ഷിക്കണമേ എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ പ്രാർത്ഥിക്കാൻ ആളില്ല എങ്കിൽ എസെക്കിയേൽ പറയുകയാണ്, കർത്താവ് പറഞ്ഞതാണ്, ഞാൻ അന്വേഷിച്ചു മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് ആളുകളെ, പക്ഷെ കണ്ടെത്തിയില്ല എന്ന്. നമുക്കറിയാം പഴയ നിമിത്തിൽ തന്നെ എപ്രകാരം ഏബ്രഹാം പ്രാർത്ഥിച്ചുവെന്ന്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ശുശൂരൻ അവിടെ ഉണ്ടായിട്ടും ലോത്തും ഭാര്യയും അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. പിന്നെയോ ഈ ദേശത്തെ രക്ഷിക്കണമേ, അതിനുവേണ്ടി വില പറഞ്ഞ് പ്രാർത്ഥിച്ചു. 50, 40, 30, 20, 10 പേരുണ്ടെങ്കിൽ രക്ഷിക്കുമോന്ന് വില പറഞ്ഞുള്ള ആ പ്രാർത്ഥന 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തിയിൽ. അങ്ങനെ അവസാനം 10 പേര് പോലും ഇല്ലാഞ്ഞിട്ട് അത് ശിക്ഷിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ആ സ്വാർത്ഥത വെടിഞ്ഞ് പ്രാർത്ഥിക്കണം, എബ്രഹാത്തെ പോലെ. അതുപോലെ തന്നെ പിന്നെയും കാണാൻ സാധിക്കും, മൂശയുടെ കാലത്ത് വിഗ്രഹാരാധനയിൽ ആളുകൾ മുഴുകി പാപം ചെയ്തു. തമ്പുരാൻ അവരെ ശിക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ മൂശ തടഞ്ഞു നിന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കൊണ്ടുവന്ന ഈ ജനത്തിനെതിരായിട്ട് അങ്ങ് എന്തിനാണ് കോപിക്കുന്നത് എന്ന് മൂശ കർത്താവിനോട് ചോദിക്കുന്നത്. അതിനുശേഷം പറയാണ്, കർത്താവേ, അവരോട് ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കൂ. ഹല്ലേലൂയ. അത്രമാത്രം നിസ്വാർത്ഥമായ പ്രാർത്ഥന. അതായത് താൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും, ഞാൻ നരകത്തിൽ പോവാണെങ്കിലും എൻ്റെ കർത്താവ് ഇവരെ രക്ഷിക്കണമേ. അപ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ മറന്നുകൊണ്ട്, നമ്മുടെ സ്വാർത്ഥ അഭിലാഷങ്ങൾ, സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞുകൊണ്ട്, കർത്താവേ, അങ്ങേ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ ഭാരതത്തിലെ ജനങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും അങ്ങയുടെ മക്കളാണ്, അങ്ങയുടെ ജനങ്ങളാണ്. അവർ സ്നേഹത്തിലും സൗഹാർദ്ദതയിലും സന്തോഷത്തിലും സമാധാനത്തിലും അഭിവൃദ്ധിയിൽ ജീവിക്കാൻ കർത്താവേ അനുഗ്രഹം തൂകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും നമ്മൾ ഹൃദയപരമാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മോഡലായിരിക്കും, മാതൃകയായിരിക്കും, ആകണം. അതാണ് ആവശ്യം. നമുക്ക് ഭാരതത്തെ സ്നേഹിക്കാം. നമ്മൾ ഭാരതത്തിലെ മക്കളാണ്. നമുക്ക് അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. എൻ്റെ രാജ്യമാണ് ഇന്ത്യ എന്ന ചിന്ത ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഇന്ത്യ എല്ലാ തലത്തിലും, ആത്മീയ തലത്തിലും അതുപോലെ തന്നെ ഭൗമിക തലത്തിലും ഉയർന്നു നിൽക്കണം. മറ്റാരുടെ മുമ്പിൽ തലകുനിക്കുന്നതായിരിക്കരുത്. അപ്പോൾ അതിനുള്ള നല്ല നേതാക്കളെ കർത്താവെ തിരഞ്ഞെടുക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഇലക്ഷൻ ഫെയറായിട്ട് നടക്കുവാൻ, അതായത് അവിടെ തിരിമറി ഒന്നുമില്ലാതെ, കളിപ്പീരൊന്നുമില്ലാതെ, കള്ളവോട്ടുകളൊന്നുമില്ലാതെ ഫെയറായിട്ട് സത്യസന്ധമായ ഇലക്ഷൻ നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ചില രാജ്യങ്ങളിലൊക്കെ കള്ളവോട്ടുകൾ ധാരാളമുണ്ട്. അതുപോലെ യന്ത്രങ്ങൾ, വോട്ട് ചെയ്യുന്ന മെഷീനുകൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ തെറ്റിച്ചാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ഇല്ലാതിരിക്കാൻ, അദ്ദേഹം പറഞ്ഞത് സത്യസന്ധതയുള്ള ഒരു ഇലക്ഷൻ, ഫെയർ ഇലക്ഷൻ. ദൈവം സത്യമാണല്ലോ, അപ്പം ദൈവം സത്യത്തിനെ കൂട്ടുനിൽക്കൂ. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വെറുതെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ടെലിവിഷനിലൂടെ അല്പം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പോരാ, ഇത് നിങ്ങൾക്കൊരു പ്രേരണ തരികയാണ്. ഞാനിത് പറയുന്നത് ക്രിസ്ത്യാനിയോട് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാ ജാതി ജനത്തോടും പറയുകയാണ്. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഇലക്ഷനാണ്, നമ്മുടെ നേതാക്കന്മാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അവർ എപ്രകാരമുള്ളവരായിരിക്കണം? കർത്താവേ, ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരായിരിക്കണം, അങ്ങയുടെ നല്ലവരായിരിക്കണം, തിന്മ ചെയ്യുന്നവരായിരിക്കരുത് ഒരു തരത്തിലും എന്ന ആ പ്രാർത്ഥന ഉയരട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടയ്ക്കാം. ആ കൈകൾമാരോട് ചേർത്ത് വയ്ക്കാം. ലോകത്തിലെ വിസ്തൃതിയിൽ 7ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ, ജനസംഖ്യയിൽ 1ാമതായ ഇന്ത്യ, പല തരത്തിലും
പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ നമുക്ക് യേശുനാഥൻ്റെ തിരുഹൃദയത്തിൽ അർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയിലൂടെയും കർത്താവേ, ഈ നിമിഷം ഞാനിപ്പോൾ ഈ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട്, അവരുടെ ആധ്യാത്മിക മക്കളോട് ചേർന്നുകൊണ്ട്, ലോകത്തിൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ ഭാരതത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ഞങ്ങളുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഭാരതത്തിലെ സമാധാനവും ഐക്യവും പരസ്പര സ്നേഹവും നിലനിൽക്കുന്നതിനു വേണ്ടി, ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ അതേപടി നിൽക്കുവാൻ, ഒന്നും തകർക്കപ്പെടാതിരിക്കുവാൻ, അതുപോലെ കർത്താവേ, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങളുടെ നിയമരേഖകൾ അനുസരിച്ച് ഈ രാജ്യം മുന്നോട്ട് പോകുവാൻ, ഒരു തരത്തിലും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, വലിയവരും ചെറിയവരുമെന്ന് അല്ല ജാതി വ്യത്യാസമൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ, എല്ലാവരും ഒരു ജാതി ദൈവത്തിൻ്റെ മക്കൾ എല്ലാ ബോധ്യത്തിലൂടെ പോകാൻ ഇടവരുത്തണമേ കർത്താവേ. ദൈവമേ, നല്ല ദൈവമേ, ഈ നിമിഷം പ്രാർത്ഥന ഈശോയെ സമർപ്പിക്കുന്നു. നിന്റെ ആരോവയിൽ അണഞ്ഞിടുവാൻ, നിന്റെ ആരോവയിൽ നിന്നോനുകരാൻ, നിന്റെ ആരോവയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. കർത്താവേ, ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഭാരതത്തെ അർപ്പിക്കുന്നു. കർത്താവേ, ഇവിടെയുള്ള ഓരോരുത്തരെയും, ഇന്ന് ഇപ്പോൾ ജനിച്ചു വീണ കുട്ടിയെയും, ഇന്ന് മരിക്കാൻ പോകുന്ന ആളുകളെയും മനസ്സിൽ കാണുന്നു. നാഥ, ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും അർപ്പിക്കുന്നു. കർത്താവേ, ഏറെ ധനമുള്ളവർ, ശതകോടീശ്വരന്മാരുണ്ട്. ഈ പാവങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ സ്വത്തുക്കൾ പങ്കുവെച്ച് അവരെ സന്തോഷിപ്പിക്കുവാൻ ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങളുടെ കർത്താവേ, ഇലക്ഷന് വാരിക്കോരി കൊടുക്കുന്ന പണം കുറേയെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുവാൻ ഇടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഗ്യരായവർ കർത്താവേ ഭരിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കറിയാം ഇന്ത്യയെ നയിക്കുവാൻ ആരാണ് നല്ലവർ എന്ന്. അവരെ കർത്താവേ ഞങ്ങൾക്കറിഞ്ഞുകൂടാ, ഞങ്ങളുടെ കൊച്ചു കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞങ്ങളുടെ വലിയ കണ്ണുകൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവേ, അവരെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് കൃപയും ആരോഗ്യവുമുള്ളവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തരത്തിലും നിരീശ്വരത്വമോ അസംതൃപ്തിയോ അല്ലെങ്കിൽ ബഹളമോ കലാപമോ കൊണ്ടുവരുന്നവരാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനപ്രിയരായിരിക്കട്ടെ ഇലക്ട് ചെയ്യപ്പെടുന്നവർ, ദൈവകൃപയുള്ളവരായിരിക്കട്ടെ, ദൈവവിശ്വാസമുള്ളവരായിരിക്കട്ടെ, സത്യസന്ധതയുള്ളവരായിരിക്കട്ടെ, ആരെയും മാറ്റി നിർത്തുന്ന മനോഭാവമില്ലാത്തവർ, ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുള്ളവർ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഭാരതത്തെ അങ്ങേ ഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട്. അമ്മേ, മാതാവേ, പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔഷേപിതാവേ, സകല വേദസാക്ഷികളെ, വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഭാരതത്തിനു വേണ്ടി നടക്കാൻ പോകുന്ന ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുവാൻ ഇടയാകട്ടെ. കലാപങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള തമ്മിൽ തല്ലോ പ്രൊട്ടസ്റ്റുകളോ ഒന്നും ഉണ്ടാകാൻ അനുവദിക്കരുത് കർത്താവേ. ശാന്തമായ അന്തരീക്ഷം എല്ലാ പോളിംഗ് ബൂത്തിലും ഉണ്ടാവട്ടെ. ഇലക്ഷൻ്റെ കമ്മീഷനും ഇലക്ഷൻ നയിക്കുന്നവരും എല്ലാം സത്യസന്ധതയോടെ പെരുമാറാൻ ഇടയാകട്ടെ. കർത്താവേ, രാജ്യസേവനത്തിനു വേണ്ടി ഓടി നടന്ന് വോട്ട് അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കൂ. അവരെല്ലാം സേവന തൽപരരാണ്. കൂടുതൽ അവർക്ക് ആ സേവന തൽപരത കൊടുക്കണമേ. ഭാരതത്തിന് സേവനം ചെയ്യുവാൻ, ഭാരതീയർക്ക് സേവനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരൂ. സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, കാരുണ്യം, നന്മ ഇവയെല്ലാം ഈ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കണമേ. പ്രത്യേകിച്ച് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ഇലക്ട് ചെയ്യപ്പെടാനുള്ള, തിരഞ്ഞെടുക്കപ്പെടാനുള്ള ആളുകളെ പ്രത്യേകം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമേ. വോട്ട് ചെയ്യാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണമേ. സ്വാർത്ഥത അന്യേ, ഒരു സ്വാർത്ഥതയും കൂടാതെ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വോട്ട് ചെയ്യുവാൻ, ഭാരതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവുമുള്ളത് അന്തരീക്ഷമുണ്ടാകുവാൻ
കർത്താവ് അതിനായിട്ട് വോട്ട് ബൂത്തിലേക്ക് പോകുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന. കർത്താവേ പ്രാർത്ഥന കേൾക്കുന്ന അങ്ങേക്ക് നന്ദി, സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശു ആരാധന. ഈ പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു. അങ്ങ് ഈ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സഹവാസവും അനുഗ്രഹവും കൃപയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടു കൂടെയും നിങ്ങളുടെ രാജ്യത്തും ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.